ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈറ്റ് മോഷനിൽ നല്ല ഒബ്ജക്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ട്രാൻസിഷൻ്റെ വീഡിയോയുടെ ട്യൂട്ടോറിയലാണ്. സോ നിങ്ങൾ ആദ്യം പ്രിവ്യൂ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസിഷനാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ആ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലൈറ്റ് മോഷൻ്റെ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷനിലൂടെ കട്ട്സൊക്കെ ആഡാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഇതേപോലെ ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ സെറ്റാക്കി വെക്കാം. സോ എന്നിട്ട് ചെറിയൊരു ട്രാൻസിഷൻ കൂടെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. ശേഷം നമുക്കിവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് ആൻഡ് എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നൾ ഒബ്ജക്റ്റ് ഇതിലേക്ക് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എഫക്റ്റ് നമുക്ക് ഡ്രാഗ് ചെയ്ത് അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. സോ അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ അടിയിലുള്ള ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മേലെ ഒരു ഓപ്ഷൻ വരും. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നൾ 1 എന്നുള്ള ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ നമ്മളിവിടെ മെർജ് ആയി കിട്ടും. നെക്സ്റ്റ് ഈ ഒരു നൾ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒരു സൂം എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ കീ ഫ്രെയിം ഉപയോഗിച്ച് നമുക്കൊരു സൂം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന ഈ ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു സ്ലൈഡ് കൂടെ ആഡ് ആക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് കുറച്ച് നീക്കി എൻഡിലായിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുക്കാം. സോ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡാക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സെക്കൻഡ് കട്ട്സിലും ഇതേപോലെ തന്നെ നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ട്രാൻസിഷനും കൊടുക്കാം. സോ ഇതേപോലെ തന്നെ നിങ്ങൾ എല്ലാ കട്ട്സിലും ട്രാൻസിഷൻ സെറ്റാക്കി വെക്കാം. ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് ആക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ എല്ലാ കട്ട്സിലും നൾ ഒബ്ജക്റ്റൊക്കെ സെറ്റാക്കി വെക്കാം. സോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് എഫക്റ്റുകൾ ആഡ് ആക്കി കൊടുക്കാം. സോ അതിനെ നമുക്ക് ഫസ്റ്റ് കട്ട് ക്ലിക്ക് ചെയ്ത് ആഡ് എഫക്റ്റ് കൊടുത്ത് ടൈൽസ് എഫക്റ്റ് തന്നെ ആഡ് ആക്കി കൊടുക്കാം. സോ ടൈൽസ് എഫക്റ്റ് ആഡ് ആക്കിയിട്ട് എനേബിൾ ചെയ്യാനൊക്കെ എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് വീണ്ടും നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ആഡ് ആക്കി കൊടുക്കുക. സോ ആഡ് എഫക്റ്റ് കൊടുത്ത് ഓക്സിലേറ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്സിലേറ്റ് ആഡ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ആംഗിളിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. സോ ഫ്രീക്വൻസി നമുക്കൊരു 4 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ആക്കി റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കൊണ്ടുപോകാം. സോ 4 ആക്കിയിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കീ ഫ്രെയിം കൊണ്ടുപോയിട്ട് സെൻട്രലായിട്ടുള്ള അതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാഗ്നറ്റിറ്റ്യൂഡിൻ്റെ വാല്യൂ നമുക്കൊരു 44 ആക്കി കൊടുക്കാം. 44 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. വീണ്ടും നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് മോഷൻ ബ്ലർ എന്ന് പറഞ്ഞാൽ ബ്ലർ ആഡ് ആക്കി കൊടുക്കാം. ശേഷം നമുക്ക് അതിൻ്റെ വാല്യൂ ഫുള്ളാക്കി കൊടുക്കാം. സോ നെക്സ്റ്റ് നമുക്ക് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഗോഷ്യൻ ബ്ലർ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഗോഷ്യൻ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ആക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 200 ആക്കി കൊടുക്കാം. സോ ഒരു 200 ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2 കീ ഫ്രെയിം ആഡ് ആക്കി കൊടുക്കാം. റൈറ്റിലും ലെഫ്റ്റിലും ആഡ് ആക്കിയിട്ട് സെൻറ്ററിൽ അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് കൂടെ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ നമ്മുടെ വീഡിയോയുടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഈ എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് എല്ലാ കട്ട്സിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. தேடி நெஞ்சு அல்லாடுதே